Welcome you all to this Commerce Easy Learning. Calicut University കീഴിൽ 6th സെമിസ്റ്റർ BCom ഡിഗ്രി എക്സാമിനേഷൻ വേണ്ടിയിട്ടുള്ള ഓഡിറ്റിംഗ് ആൻഡ് കോർപ്പറേറ്റ് ഗവേണൻസിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നമ്മുടെ വീഡിയോ ചാനലിൽ തന്നെ ഓഡിറ്റിംഗ് ആൻഡ് കോർപ്പറേറ്റ് ഗവേണൻസിൻ്റെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ഓരോ മോഡ്യൂളിൻ്റെയും അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതേപോലെ വേറെ യൂണിവേഴ്സിറ്റിയിൽ നമ്മുടെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി തന്നെ മുൻകാലങ്ങളിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസും അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതേപോലെ 2 മാർക്സ് ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻ, എസ് എ ക്വസ്റ്റ്യൻ, അതിൻ്റെയൊക്കെ എക്സ്പ്ലനേഷനും ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തതുണ്ടെങ്കിൽ ആ വീഡിയോസൊക്കെ ഒന്ന് കാണുക, നന്നായി പഠിക്കുക, നല്ല മാർക്ക് വാങ്ങുക. അതേപോലെ 6th സെമിസ്റ്ററിൻ്റെ ഓഫീസ് ഓട്ടോമേഷൻ ടൂൾസിൻ്റെയും ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോസും കൂടി കാണും. ഓക്കെ, അപ്പോൾ എന്തായാലും നേരെ വീഡിയോയിലേക്ക് പോവാം. മാർച്ച് 2024 ലാസ്റ്റ് ഇയറിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഡിഫൈൻ ഓഡിറ്റിംഗ്, ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. ദെൻ വാട്ട് ഈസ് ഗ്രീൻ ഗവേണൻസ്, അത് 2 മാർക്സും ഷോർട്ട് ആൻസറും പ്രതീക്ഷിക്കാം. ദെൻ നെക്സ്റ്റ് ഡിഫൈൻ ഓഡിറ്റ് പ്രോഗ്രാം, ഓഡിറ്റ് പ്രോഗ്രാം ഇമ്പോർട്ടൻറ്റ്. അതേപോലെ ഓഡിറ്റ് മെമ്മോറാൻഡം, ഓഡിറ്റ് എന്ന് പറയുന്ന വേർഡ് ഉള്ളതിലെല്ലാം നിങ്ങൾ പഠിച്ചേക്കണം, അതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. ദെൻ വാട്ട് യു മീൻ ബൈ എറർ ഓഫ് കമ്മീഷൻ, എറർ ഓഫ് കമ്മീഷൻ പഠിക്കുമ്പോൾ എറർ ഓഫ് ഒമിഷൻ, അതേപോലെ കോമ്പൻസേറ്റിംഗ് എറേഴ്സ്, അതിൻ്റെയൊക്കെ പഠിച്ചിരിക്കണം. അതായത് ഒബ്ജക്റ്റീവ്സ് ഓഫ് ഓഡിറ്റിംഗ് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ്. അത് എസ് എ ക്വസ്റ്റ്യനും പ്രതീക്ഷിക്കാം ഓരോന്നും കേട്ടോ. ദെൻ നെക്സ്റ്റ് വാട്ട് യു മീൻ ബൈ ഇൻവെസ്റ്റിഗേഷൻ, ഇൻവെസ്റ്റിഗേഷൻ എന്നാൽ എന്ത് എന്നുള്ളത്, അത് നമുക്ക് ഡിഫറൻസ് ബിറ്റ്വീൻ ഇൻവെസ്റ്റിഗേഷനും ഓഡിറ്റിംഗ് തമ്മിലൊരു ചോദ്യം പ്രതീക്ഷിക്കാം. ദെൻ നെക്സ്റ്റ് വാട്ട് യു മീൻ ബൈ ഷെയർ ഹോൾഡർ ആക്ടിവിസം, ഷെയർ ഹോൾഡർ ആക്ടിവിസം എന്നാൽ എന്ത് എന്നുള്ളതാണ്, അതും ഇമ്പോർട്ടൻ്റ് ആണ്, റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വാട്ട് ഈസ് ദ പ്രൈമറി ഒബ്ജക്റ്റീവ് ഓഫ് ദ ഓഡിറ്റിംഗ്, ഇവിടെ പ്രൈമറി ഒബ്ജക്റ്റീവ്സ് 2 മാർക്സിനാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അത് എന്താണെന്ന് മാത്രം എഴുതിയാൽ മതി, അതിൻ്റെ എക്സ്പ്ലനേഷനിലേക്ക് പോവേണ്ട. ഓക്കെ, ദെൻ റൈറ്റ് എ നോട്ട് ഓൺ മിസ് അപ്രോപ്രിയേഷൻ ഓഫ് ഗുഡ്സ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ എക്സ്പ്ലനേഷൻ ഒരു പാരഗ്രാഫ് പോലെ 6 പോയിൻറ്റ്സെങ്കിലും എഴുതിയിരിക്കണം. ദെൻ അടുത്തത് വാട്ട് ആർ ഡെഫേർഡ് റവന്യൂ എക്സ്പെൻഡിച്ചർ. ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വാട്ട് യു മീൻ ബൈ സർപ്രൈസ് ചെക്ക്. ദെൻ വാട്ട് ആർ ദ സിറ്റുവേഷൻ ഇൻ വിച്ച് ഇൻവെസ്റ്റിഗേഷൻ വുഡ് carried out. The next, what is vouching? The next question, what are the types of audit report? Audit report important question ആണ്, അത് ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യനിലും ചോദിക്കും. ഇനി ആ ടൈപ്സ് ക്വാളിഫൈഡ് റിപ്പോർട്ടും അൺക്വാളിഫൈഡ് റിപ്പോർട്ടും അല്ലേ ടൈപ്സ്, അത് സെപ്പറേറ്റ് ആയിട്ട് തന്നെ എടുത്ത് ചോദിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ അതെല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചിരിക്കണം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വാട്ട് ഈസ് പെർഫോമൻസ് ഓഡിറ്റ്, ഞാൻ പറഞ്ഞില്ലേ ഓഡിറ്റ് എന്ന് പറയുന്ന ടേം എവിടെയൊക്കെ ഉണ്ടോ അതൊക്കെ പഠിച്ചിരിക്കണം എന്നുള്ളത്. ദ നെക്സ്റ്റ് ഡിസ്കസ് ദ വേരിയസ് വേസ് ഓഫ് കമ്മിറ്റിംഗ് എംപൽസ്മെൻറ്റ് ഓഫ് ക്യാഷ്, ഇതും നമുക്ക് ടെക്സ്റ്റിലുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഇത് ഏത് ഔട്ട് ഓഫ് സിലബസ് എന്നോ അങ്ങനെയൊന്നും പറയാനില്ല, ടെക്സ്റ്റ് ആ പറയുന്ന ചെറിയ ചെറിയ ടേംസ് അടക്കം ഇമ്പോർട്ടൻ്റ് ആണ്, അതൊക്കെ പഠിച്ചേക്കുക. നെക്സ്റ്റ് ഷോർട്ട് ആൻസർ ടൈപ്പ് ക്വസ്റ്റ്യൻ, ഈച്ച് ക്വസ്റ്റ്യൻ ക്യാരീസ് 5 മാർക്സ്. അതിൽ ഫസ്റ്റ് വൺ വാട്ട് ആർ ദ ടൈപ്സ് ഓഫ് എറേഴ്സ്, ഏതൊക്കെ ടൈപ്പ് ഓഫ് എറേഴ്സ് ആണ് ഉള്ളത് എന്ന്, അത് വിത്ത് എക്സ്പ്ലനേഷൻ നിർബന്ധമാണ്, എന്നാലേ നമുക്ക് ആ 5 മാർക്സ് സ്കോർ ചെയ്യാൻ പറ്റത്തുള്ളൂ. ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഡിസ്കസ് ദ ലിമിറ്റേഷൻസ് ഓഫ് ഓഡിറ്റിംഗ്, അപ്പോൾ ലിമിറ്റേഷൻസും ഒരു 6 പോയിൻ്റെങ്കിലും എഴുതി വയ്ക്കുക. 8 പോയിൻ്റ് എഴുതുമ്പോൾ കറക്റ്റ് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഇൻ കേസ് നിങ്ങൾക്ക് ഏതെങ്കിലും കിട്ടാതിരുന്നാൽ മാത്രം 6 പോയിൻ്റെങ്കിലും എഴുതുക. കുറച്ചൊന്ന് എക്സ്പ്ലനേഷൻ ചെറുതായിട്ടൊന്ന് 2 ലൈനിലെങ്കിലും എന്താ പറയുക എക്സ്പ്ലനേഷൻ എഴുതിയ മാർക്ക് കിട്ടും. അതല്ല എക്സ്പ്ലനേഷനിലല്ലാതെ സെൻറ്റൻസ് ബേസ് ആയിട്ടാണ് നിങ്ങൾ എഴുതുന്നതെങ്കിൽ ഒരു 8 പോയിൻ്റ് അല്ലെങ്കിൽ 12 പോയിൻ്റ് ലിമിറ്റേഷൻസ് എഴുതി 8 പോയിൻ്റ് എഴുതിയാൽ തന്നെ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വാട്ട് ആർ ദ ഇമ്പോർട്ടൻറ്റ് ടൈപ്സ് ഓഫ് സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റ്, സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റിൻ്റെ ഇമ്പോർട്ടൻറ്റ് ടൈപ്സ് ഏതൊക്കെയാണ് എന്നുള്ളതാണ്. ദെൻ നെക്സ്റ്റ് ഡിസ്കസ് ദ വേരിയസ് വേസ് ത്രൂ വിച്ച് ഷെയർ ഹോൾഡേഴ്സ് ആക്ടിവിസം വുഡ് ടേക്ക് പ്ലേസ്. ഓക്കെ, അപ്പോൾ ഷെയർ ഹോൾഡർ ആക്ടിവിസം 2 മാർക്സിനും ചോദിച്ചിട്ടുണ്ട്, ഇതുകൊണ്ട് അപ്പോൾ ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യനും ചോദിച്ചിട്ടുണ്ട്, അപ്പോൾ അത് പഠിച്ചേക്കണം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വാട്ട് ഈസ് ഓഡിറ്റ് നോട്ട്ബുക്ക്, ഡിസ്കസ് ദ അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസ്അഡ്വാൻറ്റേജസ്. ഓഡിറ്റ് നോട്ട്ബുക്ക് എന്നാൽ എന്ത്, അതിൻ്റെ അഡ്വാൻറ്റേജും ഡിസ്അഡ്വാൻറ്റേജസ് കണ്ടോ. ഓഡിറ്റ് എന്ന് പറയുന്ന ടേമിൽ നിന്ന് തന്നെ കുറേ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്, ഓഡിറ്റ് മെമ്മോറാൻഡം, ഓഡിറ്റ് നോട്ട്ബുക്ക് എന്നുള്ളതൊക്കെ കേട്ടോ. പിന്നെ നെക്സ്റ്റ് വാട്ട് യു മീൻ ബൈ ടെസ്റ്റ് ചെക്കിംഗ്, വാട്ട് ആർ ദ പ്രിക്കോഷൻസ് ടു ബി ടേക്കൺ ബിഫോർ ടെസ്റ്റ് ചെക്കിംഗ്. നമ്മൾ ടെസ്റ്റ് ചെക്കിംഗ് ചെയ്യാൻ പോകുന്നതിന് മുമ്പ് നമ്മൾ എന്തൊക്കെ പ്രിക്കോഷൻസ് ആയിരിക്കും എടുക്കുക എന്നുള്ളതാണ് കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഡിസ്കസ് ദ കണ്ടൻറ്റ്സ് ഓഫ് ഓഡിറ്റ് റിപ്പോർട്ട്, ഓഡിറ്റ് റിപ്പോർട്ടിൻ്റെ കണ്ടൻറ്റ്സ് എന്തൊക്കെയാണ്. ദ നെക്സ്റ്റ് വാട്ട് ആർ ദ എസെൻഷ്യൽസ് ഓഫ് ഗുഡ് ഇൻറ്റേർണൽ ചെക്ക് സിസ്റ്റം, ഗുഡ് ഇൻറ്റേർണൽ ചെക്ക് സിസ്റ്റത്തിൻ്റെ എസെൻഷ്യൽ ആവശ്യമായിട്ടുള്ളത് അല്ലെങ്കിൽ അത്രത്തോളം ഒഴിച്ചുകൂടാൻ പറ്റാത്ത കാര്യങ്ങൾ എന്താ, നല്ല രീതിയിൽ ഇൻറ്റേർണൽ ചെക്ക് സിസ്റ്റം നമ്മൾ കൊണ്ടുവരുവാണെങ്കിൽ അല്ലെങ്കിൽ നടപ്പിലാക്കുന്ന സമയത്ത് എന്തൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മാറ്റേഴ്സ് വേണ്ടത് എന്നുള്ളതാണ്. ഓക്കെ, നെക്സ്റ്റ് എസ് എ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. ഇതിൽ സീലിങ്സ് ഒന്നും ഇല്ല, നമ്മൾ ഏതെങ്കിലും 2 എഴുതിയാൽ മതി, 4 എഴുതണ്ട, കാരണം മാർക്ക് 2 കിട്ടത്തുള്ളൂ. അപ്പോൾ 2 എഴുതിയാൽ മതി കേട്ടോ.
ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് എക്സ്പ്ലെയിൻ ദ ഇമ്പോർട്ടൻറ്റ് തിയറീസ് ഓഫ് കോർപ്പറേറ്റ് ഗവേണൻസ്. ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ് ഇത്. എസ് എ ക്വസ്റ്റിനെ ചോദിച്ചു എന്നുള്ളത് ഇത് ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യനിലും ചോദിക്കാറുണ്ട്. അതേപോലെ ഏതെങ്കിലും ഒരു തിയറി 2 മാർക്സിനും പ്രതീക്ഷിക്കാം. The next, explain the preliminary steps in an auditor should taken before commencement a new audit. Next question, explain in detail the liabilities of an auditor. The next question, last, explain different kinds of audit. ഇത്രയുമാണ്. ഇതിൽ നിങ്ങൾക്ക് ഏതാണ് എളുപ്പം ഇതെല്ലാം പഠിച്ചിരിക്കണം കേട്ടോ. കാരണം എസ് എ ക്വസ്റ്റ്യനിൽ 4 എഴുതണ്ട, പക്ഷെ നമ്മളത് പഠിച്ചിരിക്കണം. കാരണം ഇതിലത്തെ ഏതെങ്കിലും 2 ആയിരിക്കും ഇനി വരാൻ പോകുന്ന ചോദ്യങ്ങളിൽ 2025 ചോദിക്കുക. അപ്പോൾ അതും നിങ്ങൾ എന്ത് ചെയ്യുക, പഠിച്ചേക്കണം. 2023, 2022 എന്നുള്ള പ്രീവിയസ് ഇയേഴ്സ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സൊക്കെ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നമ്മുടെ ഈ വീഡിയോ ചാനൽ. അപ്പോൾ അത് കാണാത്തവരൊക്കെ അതൊന്ന് കാണുക. അതിൽ പറയുന്നുണ്ട് ഞാൻ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്ന്. യൂണിവേഴ്സിറ്റി ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. അതേപോലെ നമ്മുടെ വീഡിയോ ചാനലിൽ ഓരോ മോഡ്യൂളിൽ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസും അതിൻ്റെ എക്സ്പ്ലനേഷനും അതെല്ലാം ഉണ്ട്. അപ്പോൾ ആ വീഡിയോസ് കാണാത്തവരുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കാണുക. നന്നായിട്ട് എഴുതി പഠിക്കുക. കാരണം ഓൾറെഡി എഴുതി പഠിക്കുക പറഞ്ഞാൽ പോയിൻറ്റ്സ് ആയിട്ടൊക്കെ ഓർത്ത് വെക്കാൻ വേണ്ടിയിട്ട് ഓരോ ഹെഡിങ്ങും അതിന് താഴെ വരുന്ന ഓരോ പോയിൻറ്റ്സ്. അപ്പോൾ അത് നമുക്ക് വെച്ചിട്ട് എക്സ്പ്ലനേഷൻ ചെയ്യാൻ പറ്റും. എക്സ്പ്ലെയിൻ ചെയ്യലേ വേണ്ടുള്ളൂ. ഓൺ വേർഡ്സ് ആയിട്ട് നമുക്ക് ആ ത്രെഡ് കിട്ടിയാൽ ഓൺ വേർഡ്സ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എഴുതാൻ പറ്റും. ഓക്കെ, അപ്പോൾ അതൊക്കെ ഒന്ന് പഠിച്ചേക്കുക. അതുപോലെ എന്തായാലും ഇപ്പോൾ എക്സാം ഏപ്രിലാണ്. ഓക്കെ, അപ്പോൾ എന്തായാലും സമയമുണ്ട്. നന്നായിട്ട് ഇരുന്ന് പഠിച്ച് നല്ല മാർക്ക് സ്കോർ ചെയ്യുക. ഓക്കെ, യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻസ് ഏതും തന്നെ സ്കിപ്പ് ചെയ്യരുത്. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണെങ്കിൽ പോലും അതൊന്നും സ്കിപ്പ് ചെയ്യാതെ തന്നെ എല്ലാം കവർ ചെയ്ത് പോവുക, പഠിച്ചു വെക്കണം. ഓക്കെ, 2 മാർക്സ് നിർബന്ധമായിട്ടും സീലിംഗ് 15 ക്വസ്റ്റ്യൻസ് നിർബന്ധമായിട്ടും എഴുതുക. മിനിമം ഒരു 6 സെൻറ്റൻസ് എങ്കിലും എഴുതി വെക്കുക. ഓക്കെ, ദെൻ ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻ. എസ് എ ക്വസ്റ്റ്യൻ ഏതെങ്കിലും 2 എഴുതിയാലും മതി. അതിൻ്റെ അപ്പുറം 4 എഴുതിയിട്ട് യാതൊരു കാര്യമില്ല. കാരണം എസ് എ ക്വസ്റ്റ്യന് സീലിംഗ് ഇല്ല. അതുകൊണ്ട് ഏറ്റവും നന്നായിട്ട് അറിയുന്ന 2 ക്വസ്റ്റ്യൻ എസ് എ ക്വസ്റ്റ്യൻ മാത്രം എഴുതി വയ്ക്കുക. അത് കറക്റ്റ് എസ് എ ടൈപ്പിൽ തന്നെ എഴുതണം. അല്ലാതെ എസ് എ ക്വസ്റ്റ്യൻ ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻ പോലെയല്ല എഴുതേണ്ടത്, പാരഗ്രാഫ് പോലെയല്ല. അത് ഒരൊറ്റ പാരഗ്രാഫ് കൊണ്ട് എസ് എ കംപ്ലീറ്റ് ആയി എന്നല്ല. എസ് എ ക്വസ്റ്റ്യൻ ആകുമ്പോൾ കുറച്ചും കൂടി എക്സ്പ്ലനേഷൻ വേണം. ഓക്കെ, അപ്പോൾ എന്തായാലും നല്ല രീതിയിൽ പഠിച്ച് മാർക്ക് സ്കോർ ചെയ്യും. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.